ഞാൻ പോലീസായിട്ട് വളരെ ക്ലോസ് അസോസിയേറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പം സൈബർ ആണെങ്കിലും ഇതാണെങ്കിലും അമ്മയിലൊരു സൈബർ വിങ് ഉണ്ടായിരുന്നു. അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നം വന്നാൽ എന്നെയാണ് വിളിക്കാറുള്ളത് ആൾക്കാർ. ഇവരുടെ യഥാർത്ഥത്തിലുള്ളൊരു പെയിൻ എന്താണെന്നുള്ളത്, കാരണം ദിവസവും 1000 പ്രശ്നങ്ങളാണ്. പാലാരിവട്ടം സ്റ്റേഷനിലൊക്കെ മയക്കുമരുന്നിൻ്റെ പറഞ്ഞാൽ മുകളിൽ ഇട്ടേക്ക ആൾക്കാരാണ്. ശനിയാഴ്ച ആകുമ്പോൾ ഇറക്കി വിടും. ഒരു ലോഡ് ആൾക്കാരാണ്. അപ്പം ഞാൻ ഒരു പ്രാവശ്യം ആലപ്പുഴയിൽ നിന്ന് ഒരു പോലീസ് കാരണം എൻ്റെ വണ്ടി കയറി എടപ്പള്ളി സ്റ്റേഷനിൽ ഇറങ്ങാൻ വേണ്ടി കൈ കാണിച്ച് നിർത്തിയപ്പോൾ അപ്പോൾ പുള്ളി പറയാണ് PSC എഴുതിയിട്ടാണ് കിട്ടിയത്. അമ്മ ജോലി എടുത്തിട്ട് എന്നെ പഠിപ്പിച്ചത്. എടപ്പള്ളി അവിടെ വെച്ചിട്ട് ഒരു പ്രാവശ്യം ഒരുത്തനെ ഹെൽമെറ്റ് വെക്കാണ്ട് വന്നിട്ട് കൈ കാണിച്ച് നിർത്തി. ഉടനെ തന്നെ അവൻ MLA വിളിച്ച് എന്നെ സ്ഥലം മാറ്റാനാണ് നോക്കണത്. അവൻ്റെ ജീവന് വേണ്ടിയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യണത്. അപ്പോൾ പോലീസ് ഓഫീസേഴ്സ് ഒരിക്കലും ഒരു സ്വന്തം കുടുംബത്തിനോ സ്വന്തം പോക്കറ്റ് നിറയ്ക്കാൻ വേണ്ടിയിട്ടല്ല പ്രവർത്തിക്കുന്നത്. 1-2 പേര് അങ്ങനെയൊക്കെ ഉണ്ടാവും. അവർ ഹാർഡ് വർക്ക് ചെയ്യുന്ന പറഞ്ഞാൽ അവരുടെ ഡ്രസ്സ് തന്നെ ഈ കോസ്റ്റ്യൂം ഇട്ട് ഷൂട്ടിങ്ങിൽ ഇരിക്കുമ്പോൾ തന്നെ എനിക്കറിയാം എൻ്റെ ബുദ്ധിമുട്ട്. ഇതൊരു ചൂടാന്നറിയോ. ഈ ചൂടിനോടൊപ്പം ഈ ടെൻഷനും പ്രഷറും കൂടി വരികയാണെങ്കിൽ പുറത്തും ചൂട് അകത്തും ചൂടായിരിക്കും. അപ്പോൾ എന്താണ് പോലീസ് എന്നുള്ളത് എനിക്ക് ഈ പറയുന്ന പോലെ പണ്ട് മുതലേ അറിയാം. ഇവരെ വീക്ഷിച്ചിട്ടുണ്ട്. കാരണം പല രീതിയിൽ അവരെ മീറ്റ് ചെയ്യുന്നുണ്ട്. പോലീസ് സ്റ്റേഷൻ ഒരിക്കലും അടക്കൂല്ല. ഉദ്ഘാടനം കഴിഞ്ഞ് അങ്ങനെ തന്നെ തുറന്നു. പിന്നെ എല്ലാ ഓണത്തിനും ഈ ക്രിസ്മസിനൊക്കെ സദ്യ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാറുണ്ട്. അപ്പം ഞാൻ വളരെ ക്ലോസ് ആയിട്ട് ഒരു വാച്ച് ചെയ്തിട്ടുള്ളതാണ് ഇവരുടെ വേഷങ്ങൾ. പിന്നെ ഫസ്റ്റ് ഞാൻ പ്രധാന വേഷം ചെയ്ത ഹൗസ്ഫുൾ എന്ന് പറയുന്ന പടം തന്നെ ഈ ട്രാഫിക് പോലീസുകാരനായിരുന്നു. അപ്പോൾ സല്യൂട്ടും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂട്ടുകാർ കുറേ പേര് പോലീസിലുണ്ട്. എൻ്റെ ഒപ്പം പഠിച്ച എനിക്ക് തോന്നുന്നു ക്ലാസ്സിലുള്ള ഒരുപാട് പേര് പോലീസ് DYSP ആയിട്ടുണ്ട്, CI ആയിട്ടുണ്ട്. ചിലപ്പോൾ എയർപോർട്ടിൽ ചെല്ലുമ്പോഴായിരിക്കും അവിടെ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ഇവരെ വാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അവർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരഭിനയിക്കുകയാണ് ഓരോരുത്തരുടെ മുമ്പിൽ. കാരണം ഈ കേസ് കളിക്കാൻ വേണ്ടി. പിന്നെ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വ്യാജന്മാരാണ്. അത് ഇദ്ദേഹം കണ്ടിട്ടുണ്ടാവും. കാരണം ഇപ്പോൾ വ്യാജ ഡോക്ടർ അല്ലെങ്കിൽ വ്യാജ പോലീസ് എന്നൊക്കെ പറഞ്ഞാൽ അവർ അഭിനയിക്കുമ്പോൾ നമുക്ക് തോന്നും ഇതാണ് ശരിക്കും പോലീസ്. ഒറിജിനൽ പോലീസ് ചിലപ്പോൾ നമുക്ക് അങ്ങനെ തോന്നില്ല. സാധാരണ തൃശ്ശൂർ ഭാഷ പറയുമ്പോൾ പോലീസുകാരനാണെന്ന് സംശയിക്കും. കണ്ണൂർ ഭാഷ പറയുന്ന പോലീസുകാരെ അഭിനയിക്കാൻ വരുന്നുണ്ട്. അവരൊക്കെ പുറത്ത് കാണാൻ മനസ്സിലാവില്ല. നിങ്ങൾ അവിടെ ഏതാ പറയുന്നത് പോലീസ് തോന്നില്ല. പക്ഷെ പോലീസ് എന്ന് പറഞ്ഞ് വ്യാജത്തരം കാണിക്കില്ല. അവരെ കണ്ടാൽ ചിലപ്പോൾ ബസ്സിലൊക്കെ കയറിയിട്ട് ഇങ്ങനെ കാണിക്കും വേണ്ടെന്ന് ടിക്കറ്റ് പറ്റ ഇതൊക്കെ വെച്ചിട്ട്. അപ്പം അവരെയാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത് വ്യാജന്മാരെ. അപ്പം ഇതെല്ലാം നമുക്ക് ഈ പോലീസ് വേഷത്തിന് ഗുണം ചെയ്യും. ടിൻചേട്ടൻ പറഞ്ഞില്ലേ ടിൻചേട്ടൻ്റെ കൂടെയുള്ള ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ പോലീസായിട്ടുണ്ടെന്ന്. ആക്ച്വലി അതായത് ദർ വാസ് എ ടൈം ഇപ്പം ഡോക്ടർ എഞ്ചിനീയർ എന്നല്ലാണ്ട് അത്യാവശ്യം ഹൈറ്റും ഒരു ഫിസിക്കും ഒക്കെ ഉള്ള ആളുകൾ ശ്രമിക്കുന്ന ഒരു പരിപാടിയാണ് ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി SI ടെസ്റ്റ് എഴുതുക എന്ന്. അങ്ങനെ ശ്രമിച്ചിട്ടില്ലേ? അല്ല, ഇത് നോവിക്കേണ്ടി വരുമല്ലോ ഒരാൾ. എന്തായാലും എനിക്ക് നോക്കിക്കാൻ പറ്റില്ല. എൻ്റെ മാടപ്രാവിൻ്റെ ഹൃദയമാണ്.